ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഈയിടയ്ക്ക് ഉദ്ഘാടനം ചെയ്ത കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയായ വിഴിഞ്ഞം പോർട്ടിനെ പറ്റിയാണ്. നമുക്കറിയാം, വിഴിഞ്ഞം പോർട്ട് പലതരത്തിലുള്ള വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് പറയുന്നത് ഈ ചർച്ചകളെക്കുറിച്ചോ ആരാണ് പോർട്ട് കൊണ്ടുവന്നതെന്നോ ഇത് ഏത് സർക്കാരിൻ്റെ പദ്ധതിയാണെന്നോ എന്നതിനെക്കുറിച്ചൊന്നുമല്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. എങ്ങനെയാണ് പോർട്ടുകൾ പ്രവർത്തിക്കുന്നതെന്നും ഒരു പോർട്ട് വന്നതുകൊണ്ട് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള പോർട്ടുകളിൽ നിന്ന് എന്ത് സാധ്യതകളാണ് വിഴിഞ്ഞം പോർട്ട് വന്നതുകൊണ്ട് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വിഴിഞ്ഞം പോർട്ടിനെ പറ്റി പറയുന്നതിന് മുൻപേ പോർട്ടുകൾ എന്നാൽ എന്താണെന്നും അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്താണ് പോർട്ടുകൾ എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. പോർട്ട് അല്ലെങ്കിൽ തുറമുഖം എന്നത് ഒരു തീരത്തോ തടാകങ്ങളിലോ നദികളിലോ കപ്പലുകൾക്ക് ഇറങ്ങാൻ അനുയോജ്യമായ ഒരു സ്ഥലത്തെയാണ് തുറമുഖം അല്ലെങ്കിൽ പോർട്ട് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ രാജ്യങ്ങളിലൊക്കെ ആവശ്യമായ ചരക്കുകൾ കയറ്റാനും ഇറക്കാനും യാത്രക്കാരെയുമൊക്കെ കൊണ്ടുപോകുന്നതിനും വരുന്നതിനുമൊക്കെയാണ് തുറമുഖങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പോർട്ടുകളെ പ്രധാനമായും 5ആയി തിരിക്കാം. ഇൻലാൻഡ് പോർട്ടുകൾ, ഫിഷിംഗ് പോർട്ടുകൾ, വാം വാട്ടർ പോർട്ടുകൾ, ഡ്രൈ പോർട്ടുകൾ, സീ പോർട്ടുകൾ എന്നിവയാണവ. ഇതിൽ ഇൻലാൻഡ് പോർട്ടുകൾ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒരു ലാൻഡിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പോർട്ടിനെയാണ് ഇൻലാൻഡ് പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇത് കൂടുതലായും നദി, തടാകം അല്ലെങ്കിൽ കനാൽ പോലെയുള്ള ജലപാതയിലുള്ള പോർട്ടുകളാണ്. കൊൽക്കത്തയിലുള്ള ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ഇതിന് ഒരു ഉദാഹരണമാണ്. ഇനി ഫിഷിംഗ് പോർട്ട് എന്ന് പറയുന്നത് മത്സ്യം ഇറക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ഒരു പോർട്ടോ ഹബ്ബോ ആണ് ഫിഷിംഗ് പോർട്ട് എന്ന് പറയുന്നത്. പ്രധാനമായും ഫിഷിംഗ് പോർട്ടുകൾ വാണിജ്യപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു സമുദ്ര ഉൽപാദനത്തെ ആശ്രയിക്കുന്ന തരം പോർട്ടുകളാണ് ഫിഷിംഗ് പോർട്ടുകൾ എന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ നീണ്ടകര, തങ്കശ്ശേരി, മുനമ്പം എന്നിവ ഫിഷിംഗ് പോർട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതായി വാം വാട്ടർ പോർട്ടുകൾ എന്ന് പറയുന്നത് ശൈത്യകാലങ്ങളിൽ തണുത്തുറഞ്ഞ രാജ്യങ്ങളുടെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പോർട്ടുകളാണ് വാം വാട്ടർ പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇതിനെ ഐസ് ഫ്രീ പോർട്ട് എന്നും അറിയപ്പെടുന്നു. ചൈന, റഷ്യ, ജപ്പാൻ എന്നിവിടങ്ങളിലാണ് വാം വാട്ടർ പോർട്ടുകൾ കൂടുതലായും കാണപ്പെടുന്നത്. ഇനി ഡ്രൈ പോർട്ട് എന്നത് ഒരു രാജ്യത്തിനുള്ളിലെ സ്ഥലങ്ങളിലേക്ക് കടൽ മാർഗം ചരക്കുകൾ കൊണ്ടുപോകുന്ന തരം പോർട്ടുകളാണ് ഡ്രൈ പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇതൊരു സീ പോർട്ടുമായി നേരിട്ടോ അല്ലെങ്കിൽ റോഡോ റെയിൽ സംവിധാനം വഴിയോ ബന്ധിപ്പിച്ചിരിക്കുന്ന തരം പോർട്ടുകളാണ്. നാഞ്ഞങ്ങാട് ഇൻലാൻഡ് കണ്ടെയ്നർ യാർഡ് ഇതിന് ഒരു ഉദാഹരണമാണ്. സീ പോർട്ടുകൾ എന്ന് പറയുന്നത് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സമുദ്രമായോ കടലുമായോ ബന്ധപ്പെട്ടായിരിക്കും. സീ പോർട്ടുകൾ 2 തരമുണ്ട്: ക്രൂയിസ് പോർട്ടുകളും കാർഗോ പോർട്ടുകളും. ഇതിൽ ക്രൂയിസ് പോർട്ടുകൾ എന്നാൽ ക്രൂയിസ് കപ്പലുകളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന തരത്തിലുള്ള തുറമുഖങ്ങളാണ് ക്രൂയിസ് പോർട്ടുകൾ എന്നത്. കൊച്ചിൻ പോർട്ടിന്റെ 2 ടെർമിനലുകൾ ക്രൂയിസ് പോർട്ടുകൾക്ക് ഉദാഹരണമാണ്. ഇനി കാർഗോ പോർട്ടുകൾ എന്താണെന്ന് വെച്ചാൽ വിമാനങ്ങളിലോ ട്രക്കുകളിലോ ട്രെയിനുകളിലോ ദീർഘദൂരം കൊണ്ടുപോകാൻ കഴിയാത്ത അത്ര ഭാരമുള്ള തരം ചരക്കുകൾ കപ്പലുകളിൽ ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അൺലോഡ് ചെയ്യുന്ന തരം പോർട്ടുകളാണ് കാർഗോ പോർട്ടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ബേപ്പൂർ പോർട്ട്, വിഴിഞ്ഞം പോർട്ട് എന്നിവ കാർഗോ പോർട്ടുകളാണ്. കാർഗോ പോർട്ടുകൾ പ്രധാനമായും ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് പെട്രോ കെമിക്കൽസ്, കെമിക്കൽസ്, അയൺ, സ്റ്റീൽ, മെഷീനറി എക്യുപ്മെൻറ്റ്സ് എന്നിവയാണ്. അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻ, സോൾട്ട്, തുണികൾ എന്നിവയും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഭൂരിഭാഗം രാജ്യങ്ങളും മറ്റ് വിവിധ തരത്തിലുള്ള ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കാതെ കൂടുതലായും സീ പോർട്ടുകളെ ആശ്രയിക്കുന്നതിനെ കുറച്ച് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് സ്മൂത്ത് സെയിലിംഗ് എന്നത്. മറ്റ് ട്രാൻസ്പോർട്ടേഷനുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതമാണ് എന്നതാണ് ഇതിന് കാരണം. ഫ്ലൈറ്റുകളിലൊക്കെ ടേക്ക് ഓഫ് സമയത്തും ലാൻഡിംഗ് സമയത്തുമൊക്കെയുള്ള വലിയ കുലുക്കവുമൊക്കെ കാരണം കൊണ്ട് തന്നെ സാധനങ്ങളുടെ സുരക്ഷയെ ഇത് ബാധിക്കുകയും കൂടുതലായും സീ പോർട്ടുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന് കാരണം. സീ പോർട്ടുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്നതും അതുപോലെ തന്നെ വളരെ ചിലവും കുറവായതുകൊണ്ട് തന്നെയാണ് കടൽ മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷനുകൾ വളരെ മികച്ചതാകുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷനുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കപ്പലുകളാണ്. അതുപോലെ തന്നെ ചെലവുകളും കുറവ് കപ്പൽ മാർഗം തന്നെയാണ്. കുറഞ്ഞ ചെലവിൽ ഒരുപാട് ക്വാണ്ടിറ്റി സാധനങ്ങൾ കൊണ്ടുപോകാനേ കഴിയുന്നു എന്നതാണ് ഇതിന് കാരണം.
സീ പോർട്ടുകൾ ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് സീ പോർട്ടുകൾ ഒരു രാജ്യത്തെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നത് എന്ന് കൂടി നോക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് ട്രേഡ് ഫെസിലിറ്റേഷൻ അല്ലെങ്കിൽ വ്യാപാര സൗകര്യം എന്നത്. സീ പോർട്ടുകൾ തുറന്നിടുന്നത് ഒരു വലിയ സാധ്യതയാണ്. രാജ്യങ്ങളുമായി വളരെ എളുപ്പത്തിൽ ഡയറക്റ്റായി ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. ഓരോ പോർട്ടുകളും വളരെ എഫിഷ്യൻസി കൈവരിക്കുന്നതോടുകൂടി അവർക്ക് അവരുടെ ബിസിനസ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്നതാണ്. ഇങ്ങനെ ലോകരാജ്യങ്ങളുമായി കൂടുതലായി ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും നടക്കുമ്പോൾ വിദേശ നാണ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ഇതുകൊണ്ട് സാധിക്കും. രണ്ടാമത്തേതാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു സ്ഥലത്തൊരു സീ പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ലോക്കലായും അല്ലാതെയും തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇത് നേരിട്ടും നേരിട്ടല്ലാതെയും സംഭവിക്കാം. ഉദാഹരണമായി ഡയറക്റ്റായി തന്നെ പോർട്ട് ഓപ്പറേഷൻസ്, ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ്, കസ്റ്റംസ് സർവീസ് എന്നിവയിലൊക്കെ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുപോലെ തന്നെ ഇൻഡയറക്റ്റായി മാനുഫാക്ചർ രംഗത്തും റീറ്റെയിൽ ബിസിനസ്സുകളിലും ട്രാൻസ്പോർട്ടേഷൻ മേഖലകളിലും ടൂറിസം മേഖലകളിലും എന്തിന് അവിടുത്തെ തന്നെ ലോക്കലായുള്ളവർക്ക് പോലും പല രീതിയിൽ വരുമാനമുണ്ടാക്കാൻ സീ പോർട്ടുകൾ വരുന്നതോടെ കഴിയുമെന്നതാണ്. അടുത്തതായുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഒരു സീ പോർട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്നതാണ്. ആ പോർട്ടുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള റോഡുകളും റെയിൽ നെറ്റ്വർക്കുകളും സ്റ്റോറേജ് ഫെസിലിറ്റികളും ഡെവലപ്പ് ആകുകയും ചെയ്യുന്നു. പിന്നീടുള്ളതാണ് റവന്യൂ ജനറേഷൻ എന്നത്. ഇതെന്ന് പറയുന്നത് പോർട്ടിൽ നിന്നും കിട്ടുന്ന വരുമാനം കസ്റ്റംസ് ഡ്യൂട്ടിയായും അതുപോലെ മറ്റ് താരിഫുകളായും പോർട്ട് ഫീസുകളായും ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മുകളിലുള്ള ടാക്സസായും ഗവൺമെൻറ്റുകൾക്ക് കിട്ടുകയും അത് നമ്മുടെ ഡെവലപ്മെൻറ്റ്സിനും എക്കോണമിയിലേക്കും വരികയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് പോർട്ട് എന്താണെന്നും പോർട്ട് എങ്ങനെയാണ് ഒരു എക്കണോമിയുടെ വളർച്ചയെ സഹായിക്കുന്നതെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തെ പോർട്ടുകളിലേക്ക് അല്ലെങ്കിൽ തുറമുഖങ്ങളിലേക്ക് വന്നാൽ ഇന്ത്യയിൽ മൊത്തം 14 പോർട്ടുകളാണുള്ളത്. അതിൽ 13 പോർട്ടുകൾ ഗവൺമെൻറ്റുകൾ നടത്തുന്നതും ഒരു പ്രൈവറ്റ് പോർട്ടുമാണുള്ളത്. 2023 വേൾഡ് ബാങ്ക് ലോകത്തിലെ ഏറ്റവും മികച്ച 100 പോർട്ടുകളെ കണ്ടെത്താൻ നടത്തിയ CPPI അതായത് കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയിലെ 9 പോർട്ടുകൾ 100ാമത്തെ ലിസ്റ്റിനുള്ളിൽ ഇടം പിടിച്ചു. അതിലൊരു പോർട്ട് എന്ന് പറയുന്നത് 1933 ആന്ധ്രാപ്രദേശിൽ നിർമ്മിച്ച വിശാഖപട്ടണം പോർട്ടാണ്. ഇത് 100 പോർട്ടുകളിൽ 20ാമത്തെ റാങ്കിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ 1998 ഗുജറാത്തിൽ നിർമ്മിച്ച മുദ്ര പോർട്ട് 27ാമത്തെ റാങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ വേൾഡ് ബാങ്ക് നടത്തിയ കണ്ടെയ്നർ പോർട്ട് പെർഫോമൻസ് ഇൻഡെക്സിൽ പോർട്ടുകളെ തിരഞ്ഞെടുക്കുന്നത് പോർട്ടുകളുടെ പെർഫോമൻസും അതുപോലെ പോർട്ടുകളുടെ എഫിഷ്യൻസിയും കണക്കിലെടുത്താണ്. ഇതിൽ പോർട്ടുകളുടെ എഫിഷ്യൻസി മനസ്സിലാക്കാനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഇനി എന്താണ് ടേൺ അറൗണ്ട് ടൈം എന്നുകൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ടേൺ അറൗണ്ട് ടൈം എന്നത് ഒരു കപ്പൽ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് മറ്റൊരു പോർട്ടിലെത്തി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം തിരികെ പഴയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങാനെടുക്കുന്ന ദൈർഘ്യത്തെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഒരു പോർട്ടിലെ ചരക്കുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യാനെടുക്കുന്ന സമയത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പോർട്ടിൻ്റെ എഫിഷ്യൻസി അളക്കാനുള്ള ഒരു ടൂളായി ഉപയോഗിക്കുന്നു. നമുക്ക് ഈ ടേൺ അറൗണ്ട് ടൈമിനെ അറൈവൽ ടൈം, ബെർത്ത് ഐഡിൽ ടൈം, കാർഗോ ഓപ്പറേഷൻ ടൈം എന്നിങ്ങനെ 3 ഭാഗങ്ങളായി തിരിക്കാം. ഇതിൽ അറൈവൽ ടൈം എന്നത് ഒരു കപ്പൽ ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് പോർട്ടിൽ എത്തുന്ന സമയമാണ് അറൈവൽ ടൈം എന്നത്. എന്നാൽ ബെർത്ത് ഐഡിൽ ടൈം എന്നത് കപ്പൽ പോർട്ടിൽ വന്നതിന് ശേഷം ചരക്കുകൾ ലോഡും അൺലോഡും ചെയ്യുന്നതിന് ഇടയിലുള്ള സമയത്തെയാണ് ബെർത്ത് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. കാർഗോ ഓപ്പറേഷൻ ടൈം എന്നാൽ കാർഗോ അല്ലെങ്കിൽ ചരക്കുകൾ ഇറക്കുകയോ കയറ്റുകയോ ചെയ്യാനെടുക്കുന്ന സമയത്തെയാണ് കാർഗോ ഓപ്പറേഷൻ ടൈം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതുപയോഗിച്ചാണ് ഒരു പോർട്ട് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് കണക്കാക്കുന്നത്. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോർട്ടുകളുടെ 1991 മുതൽ 2022 വരെയുള്ള ടേൺ അറൗണ്ട് ടൈമിൻ്റെ ഒരു ആവറേജ് കണക്കാണിത്. ഇതിൽ 1991 മുതൽ 2022 വരെ ടേൺ അറൗണ്ട് ടൈം 8.1 നിന്നും 2.2 എത്തി നിൽക്കുന്നതായി കാണാം. ടേൺ അറൗണ്ട് ടൈമാണ് ഒരു പോർട്ട് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് അളക്കാനായി ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് വെച്ച് ഈ ചാർട്ട് നോക്കുമ്പോൾ 1991 അപേക്ഷിച്ച് 2022 ഇന്ത്യയിലെ പോർട്ടുകൾ വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നതായി കാണാൻ കഴിയും.
ഇങ്ങനെ പോർട്ടുകൾ അവരുടെ ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കണമെങ്കിൽ, അതായത് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്താണെന്ന് കൂടി നോക്കാം. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത്, ഒരു പോർട്ടിലെ ഓപ്പറേഷനുകളെല്ലാം മികച്ച ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതുപോലെ തന്നെ കാർഗോകൾ ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനും എത്ര എണ്ണം ക്രെയിനുകളുണ്ട് എന്നതും, ഈ ഓപ്പറേഷൻസ് ചെയ്യാനുള്ള വർക്ക് ഫോഴ്സ്, അതായത് ആളുകളെ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു എന്നും, പ്രോസസ്സുകൾ വേഗത്തിലാക്കാൻ എത്രത്തോളം പുതിയ മോഡേൺ ടെക്നോളജികൾ ഉപയോഗിക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഒരു പോർട്ടിന് എത്രത്തോളം എഫിഷ്യൻ്റ് ആകാൻ കഴിയുമെന്നത്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പോർട്ടായ വിശാഖപട്ടണം പോർട്ടാണ് ഏറ്റവും ടേൺ അറൗണ്ട് ടൈം കുറഞ്ഞ പോർട്ട് എന്നത്. എന്ന് പറയുമ്പോൾ ഒരു ഷിപ്പ് പോർട്ടിൽ വന്ന് ചരക്കുകൾ ഇറക്കി തിരികെ പോകാനെടുക്കുന്ന സമയമെന്നത് വിശാഖപട്ടണം പോർട്ടിൽ 21.4 മണിക്കൂറാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ജവഹർലാൽ പോർട്ടാണ്. ഇതിൻ്റെ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് 22 മണിക്കൂറാണ്. ഇനി നമുക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നാൽ എല്ലാവർക്കും അറിയാം, ജൂലൈ 12, 2024 വിഴിഞ്ഞം പോർട്ട് കേരള സർക്കാർ ഉദ്ഘാടനം ചെയ്തത്. പലതരത്തിലുള്ള ചർച്ചകളും അഴിമതി ആരോപണങ്ങളും കേട്ട സർക്കാരിൻ്റെയും നമ്മുടെയും ഒക്കെ ഒരു അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം പോർട്ട് എന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് എന്നത്. 8,000 കോടി രൂപയാണ് ഇതിൻ്റെ ആകെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 5,595 രൂപ, അതായത് ഏകദേശം 61.5% കേരള ഗവൺമെൻറ്റും 818 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ്റും ഏകദേശം 9.6% രൂപയും 2,454 കോടി രൂപ ഏകദേശം 28.9% രൂപയുമാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് പോർട്ടിനായി വിഴിഞ്ഞം എന്ന സ്ഥലം തിരഞ്ഞെടുത്തു എന്നുകൂടി മനസ്സിലാക്കാം. വിഴിഞ്ഞം എന്ന സ്ഥലം ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനായാണ് കണക്കാക്കുന്നത്. അതായത് ഇവിടെ നിന്നും ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് ആക്സസിലേക്കുള്ള ദൂരം വളരെ കുറവായതാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം. ഇങ്ങനെ ദൂരം കുറവായത് കൊണ്ട് തന്നെ വിഴിഞ്ഞം പോർട്ടുകളെ ആശ്രയിക്കുന്ന കപ്പൽ കമ്പനികൾക്ക് വലിയ ചെലവുകൾ കുറയ്ക്കാനായി സാധിക്കുന്നു എന്നതാണ്. ഒരു മികച്ച പോർട്ടിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് നാച്ചുറൽ ഡ്രാഫ്റ്റ് എന്നത്. നാച്ചുറൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പോർട്ടിൻ്റെ സ്വാഭാവികമായ ആഴത്തിനെ അല്ലെങ്കിൽ വാട്ടർ ഡെപ്തിനെയാണ് നാച്ചുറൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡ്രെഡ്ജിങ് ചെയ്യാതെ ഒരു 20 മീറ്റർ ഉണ്ടെങ്കിൽ തന്നെ വലിയ ഷിപ്പുകൾക്ക് സുഗമമായി പോർട്ടിലേക്ക് വരാൻ കഴിയും. എന്നാൽ മിക്ക പോർട്ടുകളിലും ഈ വാട്ടർ ഡെപ്ത് കാണാറില്ല. ചിലപ്പോൾ ഏറ്റവും നന്നായി എല്ലായിടത്തേക്കും വളരെ പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ അവിടെ 20 മീറ്റർ ആഴം കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രെഡ്ജിങ് ചെയ്യുക എന്നത് മാത്രമാണ് ആകെയുള്ള വഴി എന്ന് പറയുന്നത്. പക്ഷേ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു പ്രത്യേകത എന്നത് പോർട്ടിൻ്റെ ആഴമാണ്. ലോകത്തിലെ തന്നെ പോർട്ടുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ആഴം നാച്ചുറലായി തന്നെ വിഴിഞ്ഞം പോർട്ടിനുണ്ട്. ലോകത്തിലെ തന്നെ മിക്ക പോർട്ടുകളിലും ആഴം എന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡ്രെഡ്ജിങ് നടത്തി ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രെഡ്ജിങ് ചെയ്താലും എപ്പോഴും ഇത് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വലിയ ചെലവ് തന്നെ വേണ്ടിവരും. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സീ പോർട്ടുകളിലൊന്നായ ചൈനയിലെ ഷങ്കായ് പോർട്ടിൻ്റെ ഡ്രെഡ്ജിങ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ ആഴം വെറും 7.5 മാത്രമായിരുന്നു. എന്നാൽ ഡ്രെഡ്ജിങ് ചെയ്തതിന് ശേഷം ആഴം എന്ന് പറയുന്നത് 16 മീറ്ററായി. എന്നാൽ ഇത് വിഴിഞ്ഞം പോർട്ടിൽ ഇന്ന് 20 മീറ്ററാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ പോർട്ട് എന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. എന്താണ് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്നുകൂടി മനസ്സിലാക്കാം. 2 തരത്തിലുള്ള ഷിപ്മെൻറ്റ് പോർട്ടുകളാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ഷിപ്മെൻറ്റ് പോർട്ടും 2 ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടും. ഇതിൽ ഡയറക്റ്റ് ഷിപ്മെൻറ്റ് എന്നത് ഒരു പോർട്ടിൽ നിന്നും ചരക്കുകൾ കയറ്റി മറ്റൊരു പോർട്ടിലേക്ക് ഡയറക്റ്റായി കൊണ്ടുപോകുന്നതിനെയാണ് ഡയറക്റ്റ് ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോസസ്സ് ആണെങ്കിൽ ഒരു പോർട്ടിൽ നിന്നും മറ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകളിലെത്തി മറ്റു ഷിപ്പുകൾ വഴിയോ റോഡ് മാർഗമോ ലക്ഷ്യസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന തരം പോർട്ടുകളെയാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകൾ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഷിപ്മെൻറ്റിനെ അപേക്ഷിച്ച് ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോസസ്സിന് ചിലവ് വളരെ കുറവായതുകൊണ്ട് തന്നെ കമ്പനികൾ കൂടുതലായും ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകളെയാണ് ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട് നിൽക്കുന്ന സ്ഥലം സൂയിസ് കനാലും സ്ട്രെയിറ്റ് ഓഫ് മലാക്കയുടെയും ഇടയിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വളരെ ഈസിയായി യൂറോപ്പിലേക്കും ഗൾഫിലേക്കും കണക്ട് ചെയ്യാൻ കഴിയുമെന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഏകദേശം 61% ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുന്നത്
നമ്മുടെ അടുത്തുള്ള വിദേശ തുറമുഖങ്ങളായ പോർട്ട് ഓഫ് കൊളംബോയിലും സിംഗപ്പൂരിലും ഒമാനിലെ സലായിലുമാണ്. ഇതൊരു TEUവിന് അതായത് 20 ഫുട്ട് ഈക്വലന്റ് യൂണിറ്റിന് $200 അധികമായാണ് ചെലവാക്കുന്നത്. എന്നാൽ വിഴിഞ്ഞം വന്നതോടെ ഇത് ഏകദേശം 1000 കോടിയെ ചെലവ് ചുരുക്കാൻ ഷിപ്മെന്റ് കമ്പനികൾക്ക് കഴിയുമെന്നതാണ്. ഇന്ത്യയിലെ ഇപ്പോഴുള്ള പ്രധാന പോർട്ടുകളുടെ ആകെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 മില്യൺ TEU പെർ ആനമാണ്. എന്നാൽ വിഴിഞ്ഞം പോർട്ട് മാത്രം ഇത് 4.10 വരുമെന്നതാണ് വിഴിഞ്ഞം പോർട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിന് ഇനി 2 ഫേസുകളാണുള്ളത്. അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫേസ് എന്ന് പറയുന്നത് പോർട്ടിൻ്റെ കപ്പാസിറ്റി 1 മില്യണിൽ നിന്നും 3.3 മില്യണിലേക്ക് എത്തിക്കുക എന്നതാണ്. നമ്മൾ നേരത്തെ ടേൺ അറൗണ്ട് ടൈം എന്നതിനെപ്പറ്റി പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അതായത് ഒരു പോർട്ടിൻ്റെ എഫിഷ്യൻസി അളക്കുന്നത് ടേൺ അറൗണ്ട് ടൈമാണ്. ഇന്ത്യയിൽ പൊതുവെ ഈ ടേൺ അറൗണ്ട് ടൈം എന്നത് വളരെ കൂടുതലായിരുന്നു. ഇതിന് കാരണം കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട കാലതാമസങ്ങളാണ്. എന്നാൽ ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ പുതിയ കണക്ക് പ്രകാരം ഇത് 0.9 കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ USA പോർട്ടുകളുടെ ടേൺ അറൗണ്ട് ടൈം എന്നത് 1.5 ദിവസമാണ്. എന്നാൽ വിഴിഞ്ഞം പോർട്ടിൽ ടേൺ അറൗണ്ട് ടൈം എന്നത് 24 മണിക്കൂറിലും കുറവാണ് എന്നതാണ് വിഴിഞ്ഞം റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ജൂലൈ 12-ന് ചൈനയിൽ നിന്ന് വന്ന ആദ്യ മദർഷിപ്പിന് ഏകദേശം 3 ദിവസം എടുത്താണ് തിരികെ മടങ്ങാനായതെന്നാണ് വാർത്തകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് എന്താണ് പോർട്ടുകൾ എന്നതിനെക്കുറിച്ചും വ്യത്യസ്ത തരം പോർട്ടുകളെക്കുറിച്ചും ഒരു പോർട്ട് രാജ്യത്തിനും സംസ്ഥാനത്തിനും ഉണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റുകളെക്കുറിച്ചും പ്രത്യേകമായി വിഴിഞ്ഞം പോർട്ടുകളുടെ ജിയോഗ്രഫിക്കലും എക്കണോമിക്കലുമായിട്ടുള്ള സാധ്യതകളെ പറ്റിയുമൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ